ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാർബിൾ കുക്കീസാണ്. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കുക്കീസാണ്. കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ അല്ലെങ്കിൽ അര കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കാം. 50 ഗ്രാം അല്ല കേട്ടോ, 100 ഗ്രാം ബട്ടർ അല്ലെങ്കിൽ അര കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം, ഫ്രിഡ്ജിൽ വെച്ച് ഡയറക്റ്റ് എടുക്കണ്ട. ബട്ടർ നമുക്ക് നന്നായിട്ട് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിന്റെ ടെക്സ്ചറൊക്കെ മാറി നല്ലോണം ഒരു വെള്ള കളറിലേക്ക് വരും. കളർ ചേഞ്ച് വരുന്നവരെ ഇത് ബീറ്റ് ചെയ്യണം. പിന്നെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എല്ലാവരുടെ കയ്യിലും ബീറ്റർ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് വിസ്ക് വെച്ച് ചെയ്യുന്നത്. എൻ്റെ വിസ്ക് പൊട്ടി ഗൈസ്, നോക്കൂ, ഇങ്ങനെ ആയിപ്പോയി. അരക്കപ്പ് ബ്രൗൺ ഷുഗർ, അരക്കപ്പ് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉള്ളത് കൊണ്ടാണ് അരക്കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തത്. ഇതും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ടെക്സ്ചറൊക്കെ മാറി വന്നിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ആവണം. ഇതേപോലെ ടെക്സ്ചർ മാറുമ്പോൾ നമുക്ക് അതിലേക്ക് അര ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 കപ്പും 1 ടേബിൾ സ്പൂണും മിൽക്ക് പൗഡർ കേട്ടോ, മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ശരിക്കും ഇത് ഉണ്ടെങ്കിൽ ചേർക്കണം കേട്ടോ. ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് വരാം. ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റുള്ള കുക്കീസ് കിട്ടുള്ളൂ. ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ഉപയോഗിക്കാം കേട്ടോ. ഗോതമ്പ് പൊടി ഉപയോഗിക്കണം എന്നില്ല, ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് ഇട്ടു. എൻ്റെ അരക്കപ്പ് ആയതുകൊണ്ടാണ് ഞാൻ 2 തവണ ഇട്ടത്. 1 കപ്പ് ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇത് ഇങ്ങനെ കുഴച്ചിട്ട് നമുക്കത് വെള്ളം പോരാ, അല്ലെങ്കിൽ ഇത് കൺസിസ്റ്റൻസി ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ആയത്, പക്ഷെ ഇത് പോരാ, നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഓൺ ചെയ്യാൻ മറന്നു പോയതാണ്. ഞാനിതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതെങ്ങനെയാ നല്ല കൺസിസ്റ്റൻസി ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് ബോളാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കണ്ടോ, ക്രാക്ക് ഇല്ലാതെ ആവുമ്പോഴാണ് അങ്ങനെ ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. ആ മാവിനെ നമ്മൾ 2 ഈക്വൽ പോർഷൻ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒരെണ്ണത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കുഴച്ചെടുക്കാം. 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും അര ടേബിൾ സ്പൂണും പാലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 2 മാവ് എടുത്തിട്ടുണ്ട്. അതിന് കുഞ്ഞു കുഞ്ഞു ബോൾസ് കേട്ടോ, വളരെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി രണ്ടും ആക്കി എടുക്കണം. വേണ്ടോ, ഇത്രയുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോഴേ നമുക്ക് മാർബിൾ എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഓയിൽ തടവി ചോക്ലേറ്റ് ബോള് ഒരു വാനിലേൻ്റെ ഇതും കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒന്നാക്കാം. എന്നിട്ട് ഇങ്ങനെ റൗണ്ടിലേക്ക് ആക്കാം. എന്നിട്ടൊന്ന് അമർത്തി കൊടുത്ത് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. നമുക്ക് എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കാം. അതുപോലെ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 10 മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ തന്നെ മുകളിലും താഴെ ആയിട്ടുള്ള മോഡിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനത് ബേക്ക് ചെയ്തിട്ട് വരാം. ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിൽ 10 to 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. കുക്കീസ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. തണുത്തിട്ടുമുണ്ട്. നോക്കിക്കോ, ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ് കണ്ടോ, നല്ല ക്രിസ്പിയാണ്. ഉള്ളു സോഫ്റ്റാണ്, പുറം ക്രിസ്പിയാണ്. ഞാൻ കുറച്ച് കൂടുതലായിപ്പോയി വെച്ചത്. 15 മിനിറ്റിന് പകരം കുറച്ച് ഞാൻ ഓവനിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അപ്പോഴാണ് ഇത്രയും ഷെയ്ഡ് വന്നത്. 15 മിനിറ്റ് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും ഇങ്ങനെ ബ്രൗൺ കളർ ആവില്ല. ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ മിൽക്ക് പൗഡറും ബട്ടറും ഒക്കെ കൂടെ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.